ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷാലോം ടീം നയിച്ച ചെന്നൈ കൺവെൻഷൻ ഫിയാത്ത് 2016. റോമിലെ സെന്റ് പീറ്റേഴ്സിന്റെ വിശുദ്ധ വാതിലിലൂടെ അകത്ത് കടന്ന് കുമ്പസാരിച്ച് ദിവ്യബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞു പറയും ഒരു ത്രിത്വസ്തുതി ചൊല്ലി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദണ്ഡവിമോചനം കിട്ടുമെന്നാണ് സഭ നമുക്ക് തന്ന അവസരം. എന്നാൽ റോമിലെ സെന്റ് പീറ്റേഴ്സിൽ എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, റോമിലെ 4 ദേവാലയങ്ങൾ കൂടി അതിൽ മാറ്റിവെക്കുന്നു. 1 മേരി മജോറെ ബസിലിക്ക, 2 ലാറ്ററൈൻ ബസിലിക്ക, 3 സെന്റ് പോൾക്കസ് ബസിലിക്ക, പിന്നെ സെന്റ് പീറ്റേഴ്സ്. ഈ 4 ദേവാലയങ്ങളുടെ ആനവാതിലുള്ള അകത്ത് കയറി ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ തൻ്റെ വിമോചനം കിട്ടും. പക്ഷേ റോമിലെ ഈ 4 ദേവാലയത്തിൽ പോയി അകത്ത് കയറാൻ എത്ര പേർക്ക് പറ്റും? വളരെ കുറച്ച് പേർക്ക്. അതുകൊണ്ട് മാർപ്പാപ്പ ഈ കരുണയുടെ വിശുദ്ധ വർഷത്തിൽ എല്ലാ മെത്രാന്മാരോടും പറഞ്ഞു, നിങ്ങളുടെ രൂപതകളിൽ നിങ്ങൾ ഏതാനും പള്ളികൾ തിരഞ്ഞെടുത്തിട്ട് ആ പള്ളികളെ കരുണയുടെ ദേവാലയങ്ങളായി പ്രഖ്യാപിക്കുക. ആ കരുണയുടെ പ്രധാന വാതിലിത് തുറന്നിടുക. ആ പ്രധാന വാതിലിലൂടെ അകത്ത് കയറി കുമ്പസാരിച്ച് ദിവ്യബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ ഒരു ത്രിത്വസ്തുതി ചൊല്ലി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനമായ ദണ്ഡവിമോചനം കിട്ടും. ഇതാണ് കരുണയുടെ വർഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനേക കാലം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട ശിക്ഷയായിരിക്കും ഒരുപക്ഷെ ഒരൊറ്റ ദിവസം മെനക്കെട്ട് ഒരു കരുണയുടെ തീർത്ഥാടന കേന്ദ്രം ഈ വർഷം സന്ദർശിച്ച് ഞാൻ പറഞ്ഞ ഈ മാർപ്പാപ്പ പറഞ്ഞ നിയോഗങ്ങൾ ചെയ്താൽ എത്രയോ വർഷത്തെ ശുദ്ധീകരണ സ്ഥല സഹനമായിരിക്കും നമുക്ക് ഒഴിവായി കിട്ടുക. തീർച്ചയായിട്ടും ഈ മദ്രാസ് നഗരത്തിലും ഏതെങ്കിലും ചില പള്ളികൾ കരുണയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഒരു ദിവസം ഈ കൊല്ലം കരുണയുടെ വർഷം തീരുന്നത് ഈ നവംബർ 20-നാണ്. അതിനു മുമ്പ് ഒരു ദിവസമെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങളെ കുടുംബം അടച്ച് ഈ കരുണയുടെ വിശുദ്ധ വാതിലിലൂടെ ഒന്ന് ചെന്ന് ഒന്ന് കുമ്പസാരിച്ച് ഒരു ദിവ്യബലിയിൽ പങ്കെടുത്ത് ഒന്ന് കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ച് നിങ്ങളുടെ കഴിഞ്ഞകാല പാപത്തിൻ്റെ കടങ്ങൾ ശിക്ഷകൾ കർത്താവ് ഇളച്ചു തരാൻ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുക. കാരണം കർത്താവ് നമ്മുടെ കൈവെള്ളയ്ക്ക് മുമ്പിൽ ഇത് കൊണ്ടുവച്ചിട്ട് ഒരു ദിവസം ഒന്ന് മെനക്കെടാൻ കഴിയാത്തത് കൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും ദയവായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ പ്രാർത്ഥിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്ന ദയവായിട്ട് വിചാരിക്കേണ്ട. അഥവാ കൂടുതൽ കാലം അവിടെ കിടക്കേണ്ടി വരും. മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ മരിച്ച അടക്കുന്നിടം വരെ കുറേ ആളുകൾ വന്ന് കുറേ കൊന്തയും ഒപ്പീസും ഒക്കെ ചെല്ലും. നല്ല കാര്യം. മരിച്ച അന്നും പിറ്റേന്നും 3 ദിവസവും ഓരോ കുർബാന ചൊല്ലിക്കും. പിന്നെ ഓർക്കുന്ന 5-ന് അല്ലെങ്കിൽ 7-ന് അന്ന് ഒരു കുർബാന. പിന്നെ അടുത്ത കുർബാന എന്നാ കിട്ടുന്നത്? 1-ാം ചരമവാർഷികത്തിന്. പിന്നെ എന്നാ കിട്ടുന്നത്? അപ്പോൾ 1-ാം ചരമവാർഷികത്തിന് 2-ാം ചരമവാർഷികത്തിനിടയ്ക്ക് ആത്മാവ് എന്താ ചെയ്യുന്നത്? ആത്മാവ് എവിടെയാ? അത് ശുദ്ധീകരണത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. കൂടി വന്ന ഒരു 3 കൊല്ലം അങ്ങനെ ഓരോ കുർബാന കിട്ടും. അത് കഴിയുമ്പോൾ മക്കളടക്കം മറുകയാ, മറന്നു പോവും അല്ലേ? അവരടക്കം വിട്ട് കളയും. പിന്നെ സഹിച്ചോളുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മക്കൾക്ക് പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങളുടെ കൂടത്തിലുള്ള അച്ഛന്മാരെ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ പോകുന്ന ഞാനും വിചാരിക്കുന്നില്ല. അവനോൻ തന്നെ ചെയ്തു വെച്ചാൽ ഗുണം. ഇങ്ങനെ ഒരു പാട്ടില്ലേ, സമ്പത്ത് കാലത്ത്
തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഇന്ന് ഈ കരുണയുടെ വിശുദ്ധ വർഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ, നമ്മുടെ നഗരത്തിൽ ഏതാനും ദേവാലയങ്ങൾ തുറന്നിട്ടിരിക്കുന്നു. ഒന്ന് അകത്ത് വാ, ഒന്ന് കുമ്പസാരിക്ക്, ഒരു ബലിയിൽ പങ്കെടുക്ക്, കുർബാന സ്വീകരിക്ക്, ഇന്ന പ്രാർത്ഥനകൾ ചൊല്ല്. നിനക്ക് പാപത്തിൻ്റെ കാലിക ശിക്ഷ ഒഴിവാകുമെന്ന് പറഞ്ഞ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തള്ളിക്കളയരുത്. ഇനി പലപ്പോഴും ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ കരുണയുടെ വിശുദ്ധ വാതിലിലൂടെ എത്ര തവണ കയറണം? ഒരു തവണ കയറിയാൽ ഇന്ന് വരെ ചെയ്ത പാപത്തിൻ്റെ എല്ലാ കാലിക ശിക്ഷയും ഒഴിവാകുമോ? ഞാനൊരു ഉത്തരം പറയാം. ഞാനൊരു അധ്യാപകനാണെന്ന് വിചാരിക്കുക, നിങ്ങളെല്ലാം എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചു, എന്നിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരീക്ഷ നടത്താമെന്ന് വിചാരിക്കുക. എല്ലാവരെയും ഒരേ പാഠമാണ് പഠിപ്പിച്ചത്. എന്നിട്ട് 100 മാർക്കിൻ്റെ ചോദ്യ പേപ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ പരീക്ഷ എഴുതുന്നു. നിങ്ങൾ തരുന്ന പരീക്ഷ പേപ്പർ ഞാൻ നോക്കുന്നു, ഞാൻ മാർക്ക് ഇടുന്നു. ഒറ്റ ചോദ്യത്തിന് വേഗം ഉത്തരം പറയണം. എല്ലാവർക്കും 100 മാർക്ക് കിട്ടുമോ ഇല്ലയോ? എത്ര വരെ മാർക്ക് കിട്ടാം? 0 മുതൽ 100 വരെ കിട്ടാം. ആ മാർക്ക് എന്തിനെ ആശ്രയിച്ചായിരിക്കുന്നത്? 0 കിട്ടുമോ, 100 കിട്ടുമോ, 50 കിട്ടുമോ, 75 കിട്ടുമോ എന്നത് എന്തിനെ ആശ്രയിച്ചായിരിക്കുന്നത്? എന്തോ കേട്ടില്ല, സത്യമായും കേട്ടില്ല. ഇങ്ങനെ പരീക്ഷ എഴുതുന്നതിൻ്റെ ഗുണനിലവാരം അനുസരിച്ച്, ശരിയല്ലേ? നന്നായിട്ട് പരീക്ഷ എഴുതിയാൽ കൂടുതൽ മാർക്ക്, ഉഴപ്പി എഴുതിയാൽ കുറഞ്ഞ മാർക്ക്. ഇത് തന്നെയാണ് ദണ്ഡവിമോചനം സംഭവിക്കാം. 100% പാപങ്ങൾ അനുതപിച്ചേറ്റ് പറഞ്ഞ് 100% വിശുദ്ധിയോടെ കരുണയുടെ വിശുദ്ധ വാതിൽ കേട്ടിൽ ഒരു തവണ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ 100% ദണ്ഡവിമോചനം കിട്ടും. പക്ഷെ 100% പാപങ്ങൾ ആരാ ഏറ്റു പറയുന്നത്? ഒന്ന്, ചെയ്ത പാപങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? അതുപോലും അറിയത്തില്ല. അത് ദൈവത്തിനെ അറിയും. 2, 100% അനുതാപം ഉണ്ടെന്ന് പറയാമോ? അതുമില്ല. ഈ കരുണയുടെ വാതിൽ കൂടെ കയറുമ്പോൾ പോലും 100% അനുതാപം ഉണ്ടോ? അതുമില്ല. അതുകൊണ്ട് ഓരോ തവണ കയറുമ്പോഴും ഓരോരുത്തർക്കും കിട്ടുന്ന ദണ്ഡവിമോചനത്തിൻ്റെ അളവ് വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുകൊണ്ട് എത്ര തവണ കയറി പ്രാർത്ഥിച്ചാലും അത്രയും നല്ലത്, അത്രയും കൂടുതൽ പാപമോചനം കിട്ടും. ഇത് ഞാൻ സന്ദർഭവശാലങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ഈ കാലിക ശിക്ഷയിൽ നമ്മൾ ദണ്ഡവിമോചനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൂട്ടത്തിൽ നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ഈ വർഷം പ്രത്യേകിച്ച് കുർബാനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മാർപ്പാപ്പ പ്രത്യേകം അനുവദിച്ചിരിക്കുക. കരുണയുടെ വിശുദ്ധ വർഷത്തിൽ മരിച്ചുപോയ സർവ്വശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടി നമ്മൾ കുർബാന കാഴ്ചവെക്കണം. അതിനുവേണ്ടി പൈസ കൊടുത്ത് ചെല്ലിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയാം. നമ്മൾ പങ്കെടുക്കുന്ന ബലി കാഴ്ചവെക്കുക. അപ്പോൾ അവർക്ക് ദണ്ഡവിമോചനം കിട്ടും. മറ്റൊരു പ്രത്യേക ആനുകൂല്യം മാർപ്പാപ്പ വന്നിരിക്കുന്നത് അബോർഷൻ ചെയ്ത സ്ത്രീകൾക്ക്. നിങ്ങൾക്കറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സഭയുടെ നിയമമനുസരിച്ച് അബോർഷൻ ചെയ്ത സ്ത്രീകളുടെ പാപം മോചിക്കുവാൻ സാധാരണ അച്ഛന്മാർക്ക് അനുവാദമില്ല. രൂപതയിലെ മെത്രാൻ പ്രത്യേക അനുവാദം കൊടുത്ത അച്ഛന്മാർക്ക് മാത്രമേ അത്ര പാപം മോചിക്കാൻ അനുവാദമുള്ളൂ. അല്ലാത്ത അച്ഛന്മാരുടെ അടുത്ത് പോയി കുമ്പസാരിച്ചാൽ പോലും പാപമോചനം കിട്ടുമോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ കരുണയുടെ വർഷത്തിൽ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇത്തരം തെറ്റ് ചെയ്തവർ ഏത് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചാലും ഈ ഒരു വർഷം പാപമോചനം കിട്ടും. അപ്പം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം, അവരെ വേഗം സ്വർഗത്തിലെത്തിക്കാം. ഈ പാപം ചെയ്ത വ്യക്തികൾക്ക് ഏതെങ്കിലും അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ച് പാപമോചനം നേടാം. അതുപോലെ പ്രായം ചെന്നവർക്ക് അവരുടെ വീട്ടിലിരുന്ന് ടെലിവിഷനെ കൂടി പോലും കുർബാന കണ്ട് പ്രാർത്ഥിച്ച ഈ അനുഗ്രഹം കിട്ടും, ദണ്ഡവിമോചനം കിട്ടും. ജയിൽ പുള്ളികൾക്ക് ജയിലിൽ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ഇതേ അനുഗ്രഹം കിട്ടും. ഇങ്ങനെ എല്ലാവർക്കും ഗുണം കിട്ടുന്ന വിധത്തിൽ ഈ ഒരു കരുണയുടെ വർഷത്തെ മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. നമുക്കത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. വീണ്ടും പാപത്തിൻ്റെ മേഖലയിലേക്ക് വന്നാൽ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പാപം 2 തരമുണ്ട്. 2 തരം പാപമുണ്ട്. കാരണം ദൈവം 2 തരം പ്രമാണങ്ങളാണ് തന്നിരിക്കുന്നത്. ചില പ്രമാണങ്ങൾ നമ്മളോട് പറയുന്നു ചില കാര്യങ്ങൾ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ പാപം. ഉദാഹരണം, എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, അയൽക്കാർക്ക് നന്മ ചെയ്യണം.
അത് ചെയ്തില്ലെങ്കിൽ അത് പാപമാണ്. യാക്കോബ് 4:17 പറയുന്നുണ്ട്, ചെയ്യേണ്ട നന്മ ഏതാണ് എന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ പാപം ചെയ്യും. രണ്ടാമത്തെ ഒരു സെറ്റ് പ്രമാണം പറയുന്നു, ചില കാര്യങ്ങൾ ചെയ്യരുത്. കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. ഇങ്ങനെ പാടില്ല, പാടില്ല, പാടില്ല. അപ്പൊ ദൈവം പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും പാപമാണ്. സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറയും. ഇപ്പം നമ്മൾ പൊതുവേ പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ കുമ്പസാരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് പോകുന്നത് ഒറ്റ കാര്യത്തിലേക്കാണ്. ചെയ്യല്ല് എന്ന് ദൈവം പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു, അത് കുറേ എണ്ണം കണ്ടുപിടിച്ച് കുമ്പസാരിക്കും. അതേ പ്രാധാന്യത്തോടുകൂടി ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ച എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ പോയിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ആത്മപരിശോധന നടത്തി തെറ്റുകൾ കണ്ടെത്തി കുമ്പസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വരുന്ന പല തെറ്റുകളും ഒരുപക്ഷെ ക്ഷമിക്കപ്പെടാതെ കിടപ്പുണ്ടാകാം. ഇവിടെ നമ്മൾ നാളെ മുതലുള്ള കുമ്പസാരത്തിൽ 2 മേഖലയിലും കടന്ന് നമ്മൾ ചിന്തിക്കണം. ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ച എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ പോയിട്ടുണ്ട്, ചെയ്യാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 മേഖലയിലും കടന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പാപവും പ്രശ്നവും തമ്മിലുള്ള ബന്ധവും വ്യത്യാസമാണ്. പാപം ചെയ്തെടുത്ത പാപമോചനം വേണം, പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരം വേണം. പക്ഷേ ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര സങ്കടം, അതെൻ്റെ ഒരു പ്രശ്നമാണ്. ആ സങ്കടം തരാൻ വേണ്ടി ഞാൻ പോയി മദ്യപിച്ചെന്ന് വിചാരിക്കുക. ഞാൻ കഴിക്കാറില്ല കേട്ടോ, മദ്യപിച്ചത് വിചാരിച്ചാൽ മാത്രം മതി. അപ്പം മദ്യപിച്ചു എന്നത് പാപം. എന്തുകൊണ്ട് മദ്യപാനം എന്ന പാപം ചെയ്തു? കാരണം സങ്കടം എന്ന പ്രശ്നം എനിക്ക് കിടക്കുന്നു. എനിക്ക് ഇതൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചു, എനിക്കിതിനോട് ഭയങ്കര പക, അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുറ്റം പറഞ്ഞു. ആ കുറ്റം പറഞ്ഞു എന്നത് പാപം. എന്തുകൊണ്ട് കുറ്റം പറഞ്ഞ പാപം ചെയ്തു? ഇദ്ദേഹത്തോടുള്ള വെറുപ്പ് എന്ന പ്രശ്നം മനസ്സിൽ കിടക്കുന്നു. അപ്പോൾ നമ്മളിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മളെ ചില പാപത്തിലേക്ക് നയിക്കാം. നമ്മളിലുള്ള പ്രശ്നങ്ങൾ, ഉദാഹരണം പണത്തോടുള്ള ആസക്തി, അന്യായമായ ധനം സമ്പാദിക്കുന്ന പാപത്തിലേക്ക് നയിക്കാം. ജഡത്തോടുള്ള ആസക്തി ജഡിവ പാപത്തിലേക്ക് നയിക്കാം. മറ്റുള്ളവരോടുള്ള വെറുപ്പ് പലതരത്തിലുള്ള പാപത്തിലേക്ക് നയിക്കാം. ലഹരി വസ്തുക്കളോടുള്ള ആസക്തി പാപത്തിലേക്ക് നയിക്കാം. അപ്പം നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകാം. ഇവിടെ വരുന്നൊരു കാര്യം, ഈ പാപത്തിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളെ നിലനിർത്തിക്കൊണ്ട് പാപമേറ്റ് പറഞ്ഞ് കുമ്പസാരിച്ചാൽ പാപമോചനം കിട്ടും. ഈ സാധനത്തോടുള്ള വെറുപ്പ് നിലനിർത്തിക്കൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ കുറ്റം പറഞ്ഞു എന്ന് കുമ്പസാരിച്ചാൽ പാപമോചനം കിട്ടും. പക്ഷേ ഇതിനോടുള്ള വെറുപ്പ് അവിടെ കിടക്കുന്നതുകൊണ്ട് കുമ്പസാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നെയും ഇതിനെ ഞാൻ കുറ്റം പറയും. സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ട് കുമ്പസാരിച്ചാൽ, മദ്യപിച്ചെന്ന് കുമ്പസാരിച്ചാലും കുമ്പസാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പിന്നെയും മദ്യപിക്കും. ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ട് കുമ്പസാരിച്ചാലും ആ ശത്രുത അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെയും മറ്റുള്ളവരെ ദ്രോഹിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കൂടി കണ്ടെത്തി പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പലപ്പോഴും ചേട്ടന്മാർ പറയാറുണ്ട്, ടെൻഷൻ കൊണ്ടാണ് മദ്യപിക്കുന്നത്. ഞാൻ അത്തരം ചേട്ടന്മാരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, ടെൻഷൻ കൊണ്ടാണ് മദ്യപിക്കുന്നതെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളാണ്. കാരണം ജനിക്കുന്ന കാലം മുതൽ മരിക്കുന്നിടം വരെ ഏറ്റവും കൂടുതൽ ടെൻഷന് കൂടി പീഡനത്തിലൂടെ മറ്റുള്ളവരുടെ അന്യായമായ എന്താന്ന് പറയുക പെരുമാറ്റത്തിലൂടെ ഏറ്റവും കൂടുതൽ സഹിക്കുന്ന സ്ത്രീകളാണ്. അങ്ങനെയാണെങ്കിൽ അവരാണ് കൂടുതൽ വലിക്കുകയും പുകയ്ക്കുകയും വേണ്ടത്. അവർ ചെയ്യുന്നില്ലല്ലോ, അവർ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകളെ ദുർബലരെന്ന് പറഞ്ഞ് കളിയാക്കുകയും നമ്മൾ ആണുങ്ങൾ ചങ്കൂറ്റമുള്ളവരെന്ന് പറഞ്ഞ് അഭിമാനിക്കുകയും ചെയ്യുന്ന നമുക്ക് ഈ സ്ത്രീകളുടെ അത്രയും കൂടി ആത്മബലമില്ലെന്ന് നമ്മൾ തെളിയിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് പാപത്തിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സ് വെച്ചാൽ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ദൈവ കൃപയിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നും കൂടി ഒന്ന് ഓർക്കുക. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ പ്രമാണത്തെ പറ്റി 2 വാക്കാണ്. പ്രമാണം പറയുന്നു, എല്ലാറ്റിലും ഒരു ദൈവത്തെ സ്നേഹിക്കണം, മറ്റ് ദൈവങ്ങൾ ഉണ്ടാകരുത്. ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ ആരും 1-ാം പ്രമാണം ലംഘിക്കാറില്ല എന്ന്.
പക്ഷെ ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ ലംഘിക്കുന്നത് 1-ാം പ്രമാണമാണ്. കാരണം എല്ലാറ്റിലും ഒരു ദൈവത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും ഒരിക്കലും ഒരു പാപവും ചെയ്യുകയില്ലായിരുന്നു. ദൈവത്തെ പ്രതി നമ്മൾ മരിക്കുമായിരുന്നു. പഴയ നിയമത്തിൽ മക്കബായരുടെ പുസ്തകത്തിൽ ഒരമ്മയുടെയും 7 മക്കളുടെയും കഥ ഓർക്കുക. രാജാവ് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കാനും വിഗ്രഹാധാരം നടത്താനും അമ്മയെയും 7 ആൺമക്കളെയും നിർബന്ധിച്ച് അവരെ വഴങ്ങിയില്ല. അവസാനം രാജാവ് രാജസദസ്സ് വിളിച്ചു കൂട്ടി. അവിടെ ഒരു അഗ്നികുണ്ഡമുണ്ടാക്കി അതിൻ്റെ മുകളിൽ ഇരുമ്പ് തകിട് പഴിപ്പിച്ചു നിർത്തി. എന്നിട്ട് അമ്മയെയും 7 മക്കളെയും ഇവിടെ കൊണ്ടുവന്നു. മൂത്ത മകനെ വിളിച്ച് പറഞ്ഞ ദൈവത്തെ തള്ളിപ്പറ. ഇല്ല. അവൻ്റെ തലേന്ന് തൊലി പുരിഞ്ഞു. ദൈവത്തെ തള്ളിപ്പറ. ഇല്ല. നാവ് മുറിച്ചു. ദൈവത്തെ തള്ളിപ്പറ. ഇല്ല. ശരീരത്തിൻ്റെ തൊലി മൊത്തം ഉരിഞ്ഞു മാറ്റി. ദൈവത്തെ തള്ളിപ്പറ. ഇല്ല. അപ്പോൾ ആ പഴിപ്പിച്ച് കിടത്ത ഇരുമ്പ് തകിടിലേക്ക് എടുത്ത് വെച്ചു. മരിച്ചു. അമ്മയെ വെള്ളയത്തങ്ങൾ ആരും കണ്ടുകൊണ്ട് നിൽക്കുക. മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ശരീരം എടുത്ത് മാറ്റി. രണ്ടാമത്തെ വിളിച്ചു. ചേട്ടനെ പറ്റിയത് കണ്ടോ? കണ്ടു. ദൈവത്തെ തള്ളിപ്പറഞ്ഞെങ്കിൽ നിന്നോട് ഇത് തന്നെ ചെയ്യും. ഞാൻ ദൈവത്തെ തള്ളിപ്പറയില്ല. അങ്ങനെ ആ 7 മക്കളെയും കൊന്നു. അവസാനം അമ്മയെയും കൊന്നു. ഈ അമ്മയെയും 7 മക്കളെയും സംബന്ധിച്ച് പറയാം, എല്ലാറ്റിലും ഇവർ ദൈവത്തെ സ്നേഹിക്കുന്നു. പക്ഷെ ആ ദൈവസ്നേഹമൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ദൈവസ്നേഹം എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല. ദൈവത്തെക്കാൾ ഉപരി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ടാകാം. ദൈവത്തെക്കാൾ ഉപരി നമ്മൾ സ്നേഹിക്കുന്ന വസ്തുക്കളുണ്ടാകാം. ദൈവത്തെക്കാൾ ഉപരി നമ്മൾ സ്നേഹിക്കുന്ന വികാരങ്ങളുണ്ടാകാം. ദൈവത്തെക്കാൾ ഉപരി നമ്മൾ സ്നേഹിക്കുന്ന പിശാച് നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഒരിക്കൽ ഒരു പെൺകുട്ടി 10-20 വയസ്സുള്ള ആള് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. ചോദ്യം ഏതാ? അച്ഛാ, സ്നേഹിക്കുന്നത് തെറ്റാണോ? ഞാൻ ചോദിച്ചു, നീ ആരെയെ സ്നേഹിക്കുന്നത്? എൻ്റെ അയലോക്കത്തുള്ള ചേച്ചിയുടെ കെട്ടിയോനെ. ആരെയെ സ്നേഹിക്കുന്നത്? അയലോക്കത്തുള്ള ചേച്ചിയുടെ കെട്ടിയോനെ. വേറെ ആരെയും കിട്ടിയില്ല. തെറ്റാണോ? അല്ലയോ? തെറ്റാ. അപ്പൊ അതൊക്കെ സ്നേഹം പോലും തെറ്റാ. വിരോധം തെറ്റാ. ഒരിക്കലും കുരിശിൻ്റെ വഴി, ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി, ഒരു ചേട്ടത്തി എല്ലാ സ്റ്റേഷനിലും കൈപിരിച്ച് പ്രാർത്ഥിക്കുന്നത്. 10-ാം സ്ഥലത്ത് അനങ്ങുന്നില്ല. കുരിശിൻ്റെ വഴി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പരിചയപ്പെടാൻ വന്നു. ഞാൻ ചോദിച്ചു, എന്തേ ചേച്ചി 10-ാം സ്ഥലത്ത് എന്തേ ചെല്ലാതിരുന്നേ? അച്ഛാ, 10-ാം സ്ഥലത്തിരിക്കുന്ന ഈശോയുടെ രൂപം ഞങ്ങളുടെ അയലോകത്തെ മത്തായി കൊടുത്ത. മത്തായിയുടെ രൂപത്തിന് മുമ്പിൽ ഞാൻ പോയിട്ട് ഞങ്ങളുടെ വീട്ടിലെ പട്ടി പോലും പ്രാർത്ഥിക്കില്ല അച്ഛാ. ദുഃഖവെള്ളിയാഴ്ച ഉപവസിച്ചു, കൈപിരിച്ച് പിടിച്ചു, പ്രാർത്ഥിച്ചു. എല്ലാറ്റിലും ദൈവത്തെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്നു. പക്ഷേ ആ ദൈവസ്നേഹത്തിൽ എത്രയോ വലുതാണ് അയലോകത്തെ മത്തായി ചേട്ടനുള്ള വെറുപ്പ് എന്ന വികാരം. ദൈവത്തെക്കാൾ ഉപരി വികാരങ്ങളെ സ്നേഹിക്കാം. ദൈവത്തെക്കാൾ ഉപരി ധനത്തെ സ്നേഹിക്കാം. എന്തുമാത്രം മനുഷ്യർ പണമുണ്ടാക്കാൻ വേണ്ടി ഏതെല്ലാം അന്യായങ്ങൾ ചെയ്യുന്നു. കള്ളത്തരം കാണിക്കല്, കൈക്കൂലി വാങ്ങല്, വ്യഭിചാര പ്രവൃത്തികൾ, അശ്ലീല പുസ്തകങ്ങൾ, മാസികൾ ഉണ്ടാക്കുന്നു, പങ്കിടുന്നു, ലഹരി വസ്തുക്കൾ വാങ്ങുന്നു, ഉണ്ടാക്കുന്നു, വിൽക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നു തെറ്റാന്നറിഞ്ഞുകൊണ്ട്. ദൈവത്തെക്കാൾ ഉപരി ഇത്തരം വസ്തുക്കളെ സ്നേഹിക്കുന്നതുകൊണ്ട്. ദൈവത്തെക്കാൾ ഉപരി പിശാചിനെ സ്നേഹിക്കാം. അതിനെപ്പറ്റി ഇപ്പം ഞാൻ കടക്കുന്നില്ല, സമയമില്ല. അതുപോലെ 1-ാം പ്രമാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, നേർച്ചകൾ നേർന്നിട്ട് നിറവേറ്റാതിരിക്കുക. ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നേർച്ച നേരും നിറവേറ്റില്ല. നേർച്ച നേരുന്നത് എന്തുകൊണ്ടാണ്? എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ നോക്കിയിട്ട് തീരുന്നില്ല, അതുകൊണ്ട് ഒരു വിശുദ്ധിയുടെ സഹായം തേടുന്നു. ഇപ്പം എന്നെ സഹായിച്ചാൽ ഞാൻ പകരം ഇത് ചെയ്തോളാം, ഞാൻ കുർബാനയിൽ വെച്ചോളാം, ഞാൻ നേർച്ച നിറവേറ്റിക്കൊള്ളാം. വിശുദ്ധരെ പ്രാർത്ഥിച്ചു, അനുഗ്രഹം കിട്ടി. നമ്മൾ വാക്ക് വ്യത്യാസം കാണിച്ചു, ചെയ്യുന്നില്ല. നമ്മൾ നേർച്ച നിറവേറ്റുന്നില്ല. ബൈബിൾ പറയുന്നുണ്ട്, നേർച്ച നേരുമ്പോൾ 3 കാര്യങ്ങൾ ആലോചിക്കണം. 1, നേർച്ച നേരണോ വേണ്ടയോ? 2, നേരുകയാണെങ്കിൽ നിന്നെ കൊണ്ട് പറ്റുന്ന നേർച്ചയെ നേരാവൂ. 3, നേർന്നു കഴിഞ്ഞാൽ അത് എത്രയും വേഗം നിറവേറ്റണം. പലപ്പോഴും ആവേശത്തിൽ നിറവേറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങോട്ട് നേരും. പിന്നെ ആട്ടെ എന്ന് വെക്കും. പിന്നെ അത് മറന്നു പോകും, അല്ലെ ചെയ്യാനുള്ള മടി പിടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പം മരിക്കാറായി കിടക്കുക, എത്ര ഇങ്ങനെ പൊട്ടി ഒലിച്ച് കിടന്നിട്ട് വർഷങ്ങളായിട്ട് കിടന്നിട്ട് മരിക്കുന്നില്ല. ഇപ്പം ഞാൻ ആ മകനോട് പറഞ്ഞു, ഒരുപക്ഷെ നേർച്ചക്കടം കാണും, ഒരച്ഛനെ വിളിച്ചൊന്ന് കുമ്പസാരിപ്പിക്കുക, അച്ഛനെ കൊണ്ടൊന്ന് ചോദിപ്പിക്കുക, അച്ഛാ നേർച്ചക്കടം വല്ലതും ഉണ്ടോ? മകൻ പറഞ്ഞു, ഞാൻ ചോദിക്കൂലല്ല, ഞാൻ അച്ഛനെ വിളിക്കത്തില്ല. കാരണം ഇനി നേർച്ചക്കടം കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ 2 പ്രശ്നങ്ങളാവും എനിക്ക്. 1, എനിക്കത് നാണക്കേടുണ്ടാകും. 2, ഞാനത് നിറവേറ്റാൻ പോകണം, എനിക്ക് സൗകര്യമില്ല. അപ്പം പിന്നെയും കിടന്നു. ഞാൻ നിർബന്ധിച്ചു. അങ്ങനെ അയലോക്കത്തുനിന്ന് ഒരു അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ നേർച്ചക്കടം ഉണ്ട്. ഞാൻ പറഞ്ഞു, അതൊന്ന് നിറവേറ്റ്.
അവൻ പറഞ്ഞു, അപ്പം നിറവേറ്റിക്കണം, എനിക്ക് സൗകര്യമില്ല. പ്രിയപ്പെട്ടവർ, വെറും 1000 രൂപയുടെ കേസ് കേട്ട അപ്പൻ ഇവിടെ മരിക്കാൻ പറ്റാതെ പൊട്ടി വലിച്ച് കിടക്കുക. മകൻ പറയുകയാണ്, അപ്പം നിറവേറ്റിക്കണം, എനിക്ക് സൗകര്യമില്ല. പിന്നെയും ആ മനുഷ്യൻ കിടന്നു. ഞാൻ കാലി പിടിച്ചു, നിന്റെ അപ്പൻ്റെ ആത്മരക്ഷയ്ക്കല്ലേ ഈ കിടന്ന് സഹിക്കുന്ന നീ കാണുന്നില്ലേ, നിനക്ക് 1000 രൂപയുടെ ഒരു ത്യാഗം ഏറ്റെടുത്തുകൂടെ എന്നെല്ലാം പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അയാൾ പോയി അത് ചെയ്തു. അതിനുശേഷമാണ് അപ്പൻ മരിച്ചത്. ഞാനൊരു ആശുപത്രി കുറേ കാലം സേവനം ചെയ്തു. അവിടെ പല മക്കളും എൻ്റെ അടുത്ത് വന്ന് കുർബാന ചെല്ലിക്കാൻ പൈസ തന്നിട്ടുണ്ട്. അപ്പം അച്ഛാ മരിക്കുന്നില്ല. മരിച്ചു പോകാനുള്ള സന്തോഷം കൊണ്ടല്ല, ഈ കിടന്ന് സഹിക്കുന്ന കണ്ടിട്ട് മക്കൾക്ക് താങ്ങാൻ പറ്റാത്ത കൊണ്ടാണ്. അച്ഛാ വല്ല ഇതുകൊണ്ട് ബന്ധനം ഇവിടെ തീരാൻ വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുക. 1 അല്ലേ 2 അല്ലേ 3 കുർബാന ചൊല്ലി പിറ്റേ ദിവസം അവർ മരിക്കുകയാണ്. അപ്പം നമ്മുടെ മേൽ ഈ ശാപത്തിൻ്റെ ബന്ധനങ്ങൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, നിറവേറ്റാത്ത നേർച്ചകളുടെ ബന്ധനങ്ങളൊക്കെ ഉണ്ടാകാം. ഒരിക്കൽ ഒരു നേഴ്സ് വിദേശത്ത് പോകാൻ ഒരുപാട് ശ്രമിച്ചിട്ട് നടന്നില്ല. അവസാനം നേർച്ച നേർന്നു, എനിക്ക് വിദേശത്ത് പോകാൻ അവസരം കിട്ടിയാൽ എൻ്റെ ആദ്യത്തെ മാസത്തെ ശമ്പളം ഇടവപ്പള്ളിക്ക് സംഭാവന ചെയ്തോളാം. 3 മാസത്തിലുള്ള ആൾ വിദേശത്തെത്തി. 1-ാമത്തെ മാസം ശമ്പളം കിട്ടിയപ്പോൾ 1.5 ലക്ഷം രൂപയുണ്ട്. പുള്ളി അന്തം വിട്ടുപോയി. ഇത്രയും പൈസ ഞാനെങ്കിലും പള്ളിക്ക് കൊടുക്കുകയല്ലേ? 10 പൈസ കൊടുത്തില്ല. മാസങ്ങൾക്ക് ശേഷം ഞാൻ കാണുമ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുക, ഒരു പൈസ കയ്യിലില്ല. ചോദിച്ചു വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദയവായിട്ട് ആ നേർച്ച നിറവേറ്റ്, ഒന്നിച്ച് കൊടുക്കണ്ട, കുറേശ്ശെയെങ്കിലും കൊടുത്തു തുടങ്ങ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ കുറച്ച് ആരോടെങ്കിലും വായ്പ വാങ്ങിയിട്ടെല്ലാം കൊടുത്തോളാം, ബാക്കി ഞാൻ സാവകാശം തീർത്തോളാം. അവർ രക്ഷപ്പെട്ടു. മറ്റൊരു മനുഷ്യൻ പറഞ്ഞു, എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല. ചോദിച്ചു വന്നപ്പോൾ നേർച്ചക്കട. ഞാൻ എന്നാ നേർന്നത്? കൂടത്തിൽ +1 പഠിക്കുന്ന മകളുണ്ട്, അവൾ ജനിച്ചപ്പോൾ നേർന്ന അച്ഛാ. എന്ന് വെച്ചാൽ 10-16 കൊല്ലം, 1000-1500 രൂപ എൻ്റെ തീരാവുന്ന കാശ് ചെയ്യൂല. പ്രിയപ്പെട്ടവരെ, നേർച്ചക്കടം വരുത്തി വെക്കരുത്. നേർച്ച നേരുമ്പോൾ ആലോചിക്കണം, പറ്റുമോ, വേണോ, പറ്റുന്നതാണോ, പറ്റുമെങ്കിൽ ചെയ്യാം. ഇനി ഏതെങ്കിലും നേർച്ചക്കടം നിങ്ങളോ നിങ്ങളുടെ പൂർവികരോ ആയിട്ട് നേർന്നത് ഉണ്ടായി എന്ന് ഒരു സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടത് നിങ്ങൾ നിറവേറ്റുക. നിറവേറ്റാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങളുടെ വികാരിയച്ഛനോടോ മറ്റേതെങ്കിലും ഒരു ആത്മീയ ഗുരുവിനോടോ കണ്ട് അതിനെ നിറവേറ്റാൻ പറ്റുന്ന ഒരു ലഘു നേർച്ചയാക്കി മാറ്റി അതെങ്കിലും നിറവേറ്റുക. എൻ്റെ പേര് വർഗീസ്. ഞാൻ ആവടിയുടെ അടുത്തുള്ള അണ്ണനൂരിൽ നിന്ന് വരികയാണ്. എനിക്ക് ആദ്യം മുതൽ ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ എല്ല് വലുതായി വരുമായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ അവരൊരു ഇഞ്ചക്ഷൻ ഇടായിരുന്നു. ആഴ്ചയിൽ ആ ഇഞ്ചക്ഷൻ ഇടുമ്പോഴാണ് അതിൻ്റെ വേദന കുറയുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത് തോന്നി. പിന്നെ ധ്യാനത്തിന് വന്നപ്പോൾ എനിക്ക് പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ ആ മുഴ അങ്ങോട്ട് പോയി, പെട്ടെന്ന് പോയി, ആ വേദനയും പോയി. ഇപ്പോൾ അവിടെ ഒരു ചെറിയ പാണ്ട് മാത്രമായിട്ടേ കാണുന്നുള്ളൂ, മറ്റേ വേദനയൊന്നുമില്ല. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ,